UDF ആണോ LDF ആണോ ഈ തവണ നമ്മുടെ ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരായിരിക്കും ഈ തവണത്തെ കേരള ഇലക്ഷന് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവരിൽ UDF വന്നാൽ നല്ലതായിരിക്കുമോ LDF വന്നാൽ നല്ലതായിരിക്കുമോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തവണ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവാണ്. UDF ആയിരിക്കും LDF ആയിരിക്കുമോ അധികാരത്തിൽ വരാം? തീർച്ചയായും UDF ആണ് അധികാരത്തിൽ. എന്താണ് പറയാൻ കാരണം? ഒന്നാമതായിട്ട് ഭരണവിരുദ്ധത, അത് ശരിക്കും നല്ല രീതിയിൽ. ഇപ്പൊ ഒരുപാട് തുടർഭരണം ഉണ്ടാവുന്നതൊക്കെ ഒരുപാട് പേര് പ്രഖ്യാപിക്കുന്നുണ്ട്. വെറുതെ പറയുന്ന ഒരു കാര്യമില്ല. എങ്ങാനും തുടർഭരണം വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? കട്ടപ്പുകയായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഭരണപരിഷ്കാരങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ച് പോരായ്മ പിണറായിയുടെ ഭാഗത്തുനിന്ന്, പാർട്ടിയുടെ ഭാഗത്തുനിന്നല്ല, പിണറായിയുടെ ഭാഗത്തുനിന്ന് കുറച്ചുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ചില ആളുകൾക്ക് സ്വതമേ ആളുകൾക്ക് സ്വല്പം ഇഷ്ടക്കുറവുണ്ടായിട്ടുണ്ട് പിണറായിയോട്. അതുകൊണ്ട് നേരെ തിരിഞ്ഞ് UDF വന്നെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ടോ? എന്ന് തോന്നുന്നില്ല. ഇരുവശം പോലെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ ഒരു മെച്ചമുള്ളത്, BJP കയറി കഴിഞ്ഞാൽ BJP അതിന്റെ കൂടെ കൂടുമ്പോൾ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് നല്ല രീതിയിലാവാം. UDF ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവരാണല്ലോ ഇപ്പൊ മുന്നിട്ട് നിൽക്കണത്. അപ്പൊ അതിന്റെ പേരിൽ അവര് ജയിക്കുമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ കുറെ പേര് തുടർഭരണം വരും പറയണ്ടേ? തുടർഭരണം വന്നെങ്കിൽ കേരളത്തിന് നല്ലതായിരിക്കുമോ? നല്ലതായിരിക്കാം തോന്നാം. അതായത് ഇനിയും LDF ഭരിക്കാൻ വന്നെങ്കിൽ നല്ലതായിരിക്കുമോ? അതെനിക്ക് അറിയാൻ പറ്റില്ല. എന്നാലും UDF വന്നെങ്കിൽ നല്ലതായിരിക്കും. ഈ പ്രാവശ്യം ചാൻസ് UDF-നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അല്ലെ, ഭരണമാറ്റം വരണല്ലോ. അതാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. തുടർ ഭരണമാണ്. പല പോരായ്മകളുണ്ടാകും. ചിലപ്പോൾ UDF സാധിക്കുമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം ആളുകൾ വോട്ട് ചെയ്യും. UDF വെച്ച് എന്തായാലും കേരളത്തിലെ വികസനങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വരും തോന്നുന്നുണ്ടോ? മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹോപ്പാണല്ലോ. അപ്പൊ ഈ തുടർഭരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് നല്ലതായിരിക്കും ചീത്തയായിരിക്കും ബ്രോഡ് ഒരു നിഗമനം വെച്ചിട്ട്? എന്റെ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ലത് ചെയ്യുക. ഓക്കെ. ജയിക്കാൻ പോണത് ഈ പിന്നെ നമ്മുടെ ഈ വയസ്സന്മാരെ ഇത് മേടിച്ചേക്കണോണ്ട് പിന്നെ 20,000 രൂപ കിട്ടണവര് ചെയ്താൽ തന്നെ ജയിക്കും ഈ പുള്ളി എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും എന്നാണ് എൻ്റെ അറിവ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനി നല്ലതായിരിക്കണം. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവര് അവരെ കുറ്റം പറയാനുമില്ല, ഇവരെ കുറ്റം പറയാനുമില്ല. അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇതാണ് പറയാനുള്ള കാര്യം. ആര് കയറിയാലും ഓരോരുത്തരുടെ അപ്പം പിന്നെ ഇപ്പം ഇവിടെ എത്രയോ രൂപ മുടങ്ങിക്കിടന്ന് പെൻഷൻ. പക്ഷെ ഇവിടെ അതില്ലല്ലോ. ഇത് ഞങ്ങൾക്കത് കിട്ടിയില്ലേ. ഇന്ന് ഞാനും ഒക്കെ ജീവിക്കണം. അതുകൊണ്ടാണ് ദൈവമേ ഇതിലൊക്കെ വരുമോ? വികസനങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇനി തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവരിനി വീണ്ടും കയറിയാണെങ്കിൽ വികസനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. എനിക്ക് ഈ 2,000 രൂപ മേടിക്കണത് വളരെ ഒരു നല്ല കാര്യം. അതിനെക്കുറിച്ചാണ് എനിക്ക് ആവുന്നതേ. അത് തന്നെ അവർ തന്നെ കയറിയാൽ ഞങ്ങൾക്കിത് കിട്ടുമല്ലോ, ഞങ്ങൾക്കത് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലും അതൊരു സത്യമല്ലേ? UDF ആണ്. എന്തുകൊണ്ടാണ് UDF എന്ന് പറയാൻ കാരണം? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഭരണമാറ്റങ്ങളൊക്കെ വന്നു. അവർ വെച്ച് UDF-നാണ് മുൻതൂക്കം എന്നാണ് എൻ്റെ ഒരു. UDF വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിന്. തൽക്കാലം അവരൊന്നും നോക്കട്ടെ. കാരണം വേറെ ഒന്നുമല്ല. ഇപ്പം എന്നാലും ബാധ്യതകളാണല്ലോ എല്ലാം. കണക്റ്റഡാണല്ലോ എല്ലാം. ഒരാളുടെ അടുത്ത ആളെ കണക്ട് ചെയ്ത് വരുമ്പോൾ അത് ചെറിയൊരു വരും. ഏകദേശം എത്ര സീറ്റ് പിടിക്കുന്നതാണ് തോന്നുന്നത്? ഇപ്പൊ VD സതീശൻ പറഞ്ഞ 100 സീറ്റ് പിടിക്കുന്നൊക്കെ പറയണം. അത്രയൊന്നും പിടിക്കില്ല. എന്നാലും ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു അനുഭവമായിട്ട് പറഞ്ഞല്ല, കോമൺ ആയിട്ട് പറഞ്ഞാണ്. എന്നാലും ഏകദേശം ആവറേജ് ഒരു നിസാര ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഓവർ ഒന്നുമില്ല ഉണ്ടാവില്ല. നല്ലൊരു സംഖ്യ പറയുകയാണെങ്കിൽ എത്ര പറയും? 80? അത്രയൊന്നും പറയും. അതിൽ താഴെ ആയിരിക്കും. ഓക്കെ.